ബിഗ് ബോസിലെ യുവർ ഫേവറേറ്റ് പേഴ്സൺ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു റാപ്പിഡ് ഫയർ പോലെയോ ബോസ് നിങ്ങളെ രണ്ടുപേരും പഠിപ്പിച്ചൊരു പാഠം എന്താണ് അതൊന്ന് എനിക്ക് ഭയങ്കര ക്ഷമ വന്നു ഉള്ളതല്ലേ ചോദിക്കാനോ ഓ ഈവൻ ഐ ഡിഡ്ന്റ് സേ നോ അല്ലേ ഒരുപാട് സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ ഏറ്റവും അധികം ക്ലോസ്നെസ് തോന്നി അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സെലിബ്രിറ്റി കുറെ പേരുണ്ട്. ഞാൻ 5 മിനിറ്റ് കഴിച്ച് അയ്യോ എന്റെ മക്കളേ പറയുന്നത് ഞാനെന്റെ ഫേമസ് ഡയലോഗ് എന്റെ കൊടുങ്ങല്ലൂർ അമ്മേ ഒരു സ്ഥലം പുഞ്ചിരിച്ച് ഓനെ കാത്തോദിച്ചിരിച്ച് പാവിമനം തൊങ്കലേ അതിന് വീണു പുരിയലേ. ഒരുപാട് സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ ഏറ്റവും അധികം ക്ലോസ്നെസ് തോന്നി അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സെലിബ്രിറ്റി ലൈക്ക് യു വാണ്ട് വർക്ക് വിത്ത് ദാറ്റ് പേഴ്സൺ അഗൈൻ ആൻഡ് അഗൈൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി ആരായിരിക്കും? രഞ്ജിനി ചേച്ചി നോട്ട് ഓൺലി രഞ്ജിനി ചേച്ചി പൂർണിമ ചേച്ചി മഞ്ജു ചേച്ചി പൂർണിമ സോറി പൂർണിമ ചേച്ചി രഞ്ജിനി ചേച്ചി ഏറ്റവും ക്ലോസ് സീസ് not professional relationship but always like a family. I'm a family member. She's always treat me like as her own sister. So but we are working also like now 15 years of life we are working together. Angane Manju Chichi, Purnima Chichi, Bhavana. So these people are like very close to me, very very close to me. Then Sudha Sandran, Sudhaman and I never worked. But she's very close to me. Asha Chechi is like other than Asha Chechi, Rajini Chechi, the Manju Chechi, these people are like family. We that professional bonding മാത്രല്ല അതിൻ്റെ മേലെ like ഒരു personal bonding ഉണ്ട്. So I'm lucky. രഞ്ജിനി ചേച്ചിയുടെ പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ലൈക്ക് പെട്ടെന്ന് ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് വരുന്നു ഇതിപ്പോ നിങ്ങളൊരു ഷൂട്ടിന് പോയപ്പോഴത്തേനും ഫുൾ ആൾക്കാർ കവർ ചെയ്ത് നിൽക്കും അപ്പൊ പുള്ളിക്കാരത്തി പുറത്ത് നിന്നിട്ട് ഇപ്പം ഫുൾ കവറേജ് ആണ് ആൾക്ക് ഒന്നിനും സമയമില്ല ഞാൻ വിളിച്ചിട്ട് വരാൻ സമയമില്ലെന്നൊക്കെ പോലെ ഒരു ഷോർട്ട് വീഡിയോ സോ ദാറ്റ് വാസ് ഓൾസോ വൈറൽ ബട്ട് ദാറ്റ് ഷോസ് ഹൗ മച്ച് ഷീ ലവ്സ് യു ലൈക്ക് ആ ഒരു ഗ്രോത്ത് അതുപോലെ അല്ല ആ ദിവസം സെറ്റം പണ്ട ചേച്ചിയാണ് എനിക്ക് നമുക്ക് പോവാം എനിക്ക് സെറ്റം പറഞ്ഞില്ല എനിക്ക് ഡിഫറൻസസ് ഇപ്പോൾ എനിക്ക് ആ ബിഗ് ബോസിൽ പോയി ഞാൻ സെലിബ്രിറ്റി ആയി ആൾക്കാർ ഇങ്ങനെയാണ് എനിക്ക് ആ ബോധമില്ല ദൈവം സത്യം ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ താഴെ പോയിട്ട് ഒരു പഴയ തുണി എടുത്ത് ഞാൻ താഴെ പോകും ലിപ്സ്റ്റിക് ഒന്നും ഇടില്ല ആൾക്കാർ മറ്റേ ഫോട്ടോ എടുത്ത് കൊണ്ടുപോകും ചേച്ചി എനിക്ക് പറഞ്ഞ ഷൂട്ടിൽ പറഞ്ഞ അപ്പം ചേച്ചി പോകാൻ ചേച്ചി പറഞ്ഞ കാരണം മൈൻഡ് ചേഞ്ച് ആവും കാരണം ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ ബിഗ് ബോസ് താമസിക്കുന്നത് അതുപോലെ പുള്ളിക്കാരത്തി തിരിച്ച് ദേഷ്യം വന്ന് പറയുകയും ചെയ്യും ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു നോൺ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് പുറത്തായത് സോറി ജാൻമണി അങ്ങനെ പറഞ്ഞോണ്ട് പുറത്തായത് തിരിച്ചവരുടെ കാര്യത്തിൽ ഭയങ്കര എല്ലാ കാര്യം തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരാളാണ് കാരണം ചേച്ചി എനിക്ക് അത്ര ആ ട്രോമയിൽ എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്ന ചേച്ചിയാണ് ചേച്ചിയാണ് ചേച്ചി അതിന് പറഞ്ഞത് നമുക്ക് നല്ലത് പറഞ്ഞിട്ട് നമ്മളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് മേടിക്കണം അത് ചേച്ചി എനിക്ക് പറഞ്ഞ ചേച്ചി പറഞ്ഞ കാരണം എൻ്റെ സ്വഭാവം ഇപ്പോൾ ആശേച്ചി ഓൾസോ ലൈക്ക് ചേച്ചിക്ക് എപ്പോഴും ചോദിക്കുന്നില്ല മനസ്സിലാവും ഈ ആൾക്കാർ എൻ്റെ മനസ്സ് എൻ്റെ സ്വഭാവം കറക്റ്റ് അറിയാം ബട്ട് പബ്ലിക് ഡസൻ നോ നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ രീതിയിലേക്ക് പോകണം അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല സോ അതിനാണ് നമുക്ക് പബ്ലിക് സ്ഥലത്തിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് മറക്കുന്ന ആവശ്യമില്ല ചേച്ചി പറഞ്ഞാൽ അത് ബിഗ് ബോസിൻ്റെ ഹൗസിന് എൻ്റെ വീടല്ല അത്ര മറന്നു പോയി അപ്പോൾ എനിക്ക് മറന്നു പോയി ഞാൻ എന്താ ചെയ്യുക 2 days I was very gentle അത് കഴിഞ്ഞിട്ട് എനിക്ക് മൊത്തം പോയി ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റിന് പെട്ടെന്ന് ആൻസർ പറയണം ജാൻമണിയുടെ ഒരു നല്ല ക്വാളിറ്റി മോശം ക്വാളിറ്റി പെട്ടെന്ന് നല്ല ക്വാളിറ്റി റിയൽ ഭയങ്കര റിയലാണ് ഒരു മറയൊന്നുമില്ല നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരും സ്നേഹിക്കുന്ന പോലെ തന്നെ ദേഷ്യം വന്ന കൈ നോവും അല്ലേ അയ്യോ അല്ല സെറ്റ് പറഞ്ഞ എനിക്ക് എത്രയും എൻ്റെ എക്ദം സെൻസിറ്റീവ് ടൈം
ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാനൊരു പമ്പ് സെറ്റ് വന്നേ ഇവിടെ പമ്പ് സ്വഭാവം. ഞാൻ ആ ടൈമിൽ ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കും, എനിക്ക് ആ ടൈമിൽ കുട്ടി തന്നെ മതി. ആ ആളുടെ 14 ജനറേഷൻ്റെ ആൾക്കാർ കവർ ചെയ്ത് പോട്ടൊക്കെ വരും, അത്രയും ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ എനിക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മണ്ണ് പോവും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉറങ്ങി പോയി കഴിഞ്ഞാൽ ആളുടെ ഫൈറ്റിംഗ് ചെയ്ത് എനിക്ക് കാരണം എനിക്ക് അത്ര ദേഷ്യം. പക്ഷെ എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ വീട്ടുകാർ എപ്പോഴും ചിരിക്കുന്ന ഞാൻ ദേഷ്യം പിടിക്കുന്ന പറഞ്ഞിട്ടില്ല. കാരണം എന്നെ ദേഷ്യം കണ്ടിട്ടില്ല. കാരണം ഈ സിറ്റുവേഷൻ നമുക്ക് ചേഞ്ച് ആക്കും. നമുക്ക് സിറ്റുവേഷൻ ലൈഫിലെ കുറേ സിറ്റുവേഷൻസ് വരും, നമ്മൾ ഇറിറ്റേറ്റ് ആയിട്ട് ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷൻ, എവറിത്തിങ് വൺ ഇറ്റ്സ് ഇൻസൈഡ് യു നോ ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ ജയ ബച്ചൻ്റെ കാര്യം എല്ലാവരും പറയുന്നത് ജയ ബച്ചൻ ഭയങ്കര റൂഡാണ്. ജയ ബച്ചൻ ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിലുണ്ടാവും, നമുക്ക് അത് ഒന്നും തുടർന്ന് പറയാൻ പറ്റില്ലത്താണ്. ചിലപ്പോൾ ഈ വേറെ ഒരാളുടെ ദേഷ്യം വേറെ ഒരാളുടെ പോയല്ലേ. സോ ഞാൻ എപ്പോഴും പറയുന്നില്ല, എനിക്ക് ഒരു കാര്യം മനസ്സിലുണ്ടാവും, ജന്മനിക്ക് ദേഷ്യം വരും. പക്ഷെ ഞാൻ ഐ എം നോട്ട് മാൻറ്റൽ. ഇഫ് യു എൻ്റെ കുണ്ടിയിലെ വന്നിട്ട് ചോദിച്ചിട്ട് പിന്നെ ഞാൻ അടിക്കില്ലേ, പറഞ്ഞില്ലേ ഫിൽറ്റർ ഇല്ല, സത്യം കാര്യല്ലേ, അതിന്റെ ഫിൽറ്റർ എന്താ വേണോ. ശരി, ഓക്കെ. തിരിച്ചു പറഞ്ഞില്ലല്ലോ, അഭിഷേകിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി that you admire and at the same time ഒരു നെഗറ്റീവ് ക്വാളിറ്റി. ഏറ്റവും നല്ല ക്വാളിറ്റി അഭിഷേക്, ഹി ഈസ് വെരി ഇന്നോസെന്റ്. ഇന്നസെന്റും ജെനുവിനും വേണ്ട നമ്മൾ പറഞ്ഞു. അല്ല പണ്ടുണ്ട് അല്ലേ, ഏറ്റവും നല്ല ക്വാളിറ്റി പിന്നെ എന്താ പറയുക, വെരി വെൽ മാൻറ്റൈൻഡ്. അല്ല ക്യാരക്ടർ വെച്ച് അഭിഷേക് ഒരിക്കലും നോ പറയില്ല. അതാണ് നെഗറ്റീവ് ആക്ച്വലി അല്ലേ. അതാണ് സെയിം കാര്യം ഇറ്റ്സ് വെരി പോസിറ്റീവ് ഓൾസോ ആൻഡ് സംടൈം ഇറ്റ്സ് വെരി നെഗറ്റീവ് ഓൾസോ. എനിക്ക് അതാണ് എൻ്റെ ലൈഫിൽ കുറേ പ്രോബ്ലംസ്. എത്ര നല്ല സ്വഭാവമാണ് അതാ, എത്ര ചീത്ത സ്വഭാവം അതാണ്. അത് വൈ യു നോ when some places അഭിഷേക് അത് നമ്മൾ രണ്ടുപേരെ ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ അഭിഷേക് സേ നോ, എനിക്ക് പറ്റില്ല. യു ഹെൽപ്പ് ഇഫ് യു ക്യാൻ ഹെൽപ്പ്. എന്തെങ്കിലും ഒരു സംഭവം ഓരോ ആളും അഭിഷേകിന്റെ എത്ര നെഗറ്റീവ് പോയിന്റ് പറഞ്ഞില്ലേ ആൾക്കാർ എന്താ വിചാരിക്കും, അയ്യോ ഉസ്കോ ഖരാബ് लगेगा if Abhishek is like something you ask Abhishek cannot give or like it's a little bit late, so like you still feel bad. 50-50 ഉള്ളതല്ലേ ചോദിക്കാൻ. ഓ ഈവൻ ഐ ഡിഡ്ന്റ് സേ നോ അല്ലേ കണ്ടോ, അതാണ് നോ. സോ അതാണ് നമുക്ക് തുറന്ന് പറയണം. സോ അഭിഷേക് പെട്ടെന്ന് ആൾക്കാരെ ഫൂളാക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ദൈവം സത്യം, ഞാൻ സത്യം പറഞ്ഞാൽ കൂടെ അമ്മ സത്യം. ആൻഡ് ആഫ്റ്റർ ബിഗ് ബോസ് കുറേ പരിപാടികൾ ഇങ്ങനെ നോ പറയാണ്ട് ഞാൻ കുറച്ച് ഇവന്റ്സ് ചെയ്തിട്ടുണ്ട്. ഐ റിഗ്രറ്റ്. കുഴപ്പമില്ല. അതെ ദാറ്റ് ഈസ് എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര ക്ഷമ വന്നെ. സത്യം ഇപ്പൊ ഞാൻ അൺനെസസറി വൈ ഷുഡ് ഐ നെസസറി ഐ ഹാവ് ടു ടോക്ക്. എനിക്ക് അങ്ങനെ വന്നേ. പണ്ട് ഈ ഫ്യൂവേഴ്സ് കമ്മിങ് ആൻഡ് സേയിങ് ജാനു ഇയാൾ ഇങ്ങനെ പറഞ്ഞ അപ്പത്തിന് പിന്നെ ഞാൻ ചോദിക്കില്ല, അടിച്ചിട്ട് ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ പറയട്ടെ, ലിവ് ഇറ്റ്. അങ്ങനെ സത്യം പറഞ്ഞേ. ഇപ്പൊ എനിക്ക് ആ ഒരു എന്താ പറയുക പേഷ്യൻസ് എനിക്ക് ഉണ്ടോ, നോട്ട് എ 100%, അറ്റ്ലീസ്റ്റ് 20%. ക്യാരക്ടറിലെ മാറ്റാണോ ഉദ്ദേശിക്കുന്നത്? ക്യാരക്ടറിൽ എനിക്ക് അങ്ങനെ വലിയ മാറ്റം ഒന്നും എനിക്ക് ബിഗ് ബോസിലൂടെ തോന്നിയിട്ടില്ല. ഇല്ല, കുറച്ചും കൂടിയും ആളുകളുടെ ക്യാരക്ടർ മനസ്സിലാക്കാനുള്ളൊരു ഇത് കിട്ടി. പിന്നെ കെയർ ചെയ്യാത്തൊരു ആറ്റിറ്റ്യൂഡ്, ലൈക്ക് അത് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ ഇസ് വെരി സ്മോൾ, അതുകൊണ്ട് അതും കുഴപ്പമില്ല. ഒരു പുച്ഛം. അഭിഷേക് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വേറൊന്നുമല്ല, ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരുടെ കൂടെയാണ് ആൾക്കാർ കൂടുതലും പോകുന്നത്, അല്ലെങ്കിൽ അവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ആണ് മനുഷ്യർക്ക് എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അത് എന്തുകൊണ്ടാണ്?
അതങ്ങനെ പലരെയും കണ്ടത് കൊണ്ട് അതാ സത്യം. അതാ സത്യം. പീപ്പിൾ ഡോണ്ട് തിങ്ക് യുവർ ക്വാളിറ്റി. പീപ്പിൾ एकदम നോർമൽ എക്സാമ്പിൾ. എൻ്റെ ഒരു ബ്രൈഡ് ഒരു ദിവസം എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രൈഡ് ആ ഓക്കെ എൻ്റെ മലയാളം മനസ്സിലായില്ല കുട്ടിക്ക്. എനിക്ക് പറ്റില്ല, സോറി. സോ ബ്രൈഡ് എനിക്ക് ചോദിച്ച് യു ആർ ചാർജിങ് ദിസ് മച്ച് and why your followers is that much less? My followers is not coming for the work. When you are seeing Instagram parallel or the open album ane, you can see your some people can see your profile, your work and your status. No, so when you want to know about one person, you have to Google it. Then only you will find that who is that person. So it's not about how many followers we have in that Facebook or Instagram. It's about our quality to the work. പക്ഷേ ആൾക്കാർ അഭിഷേക് പറഞ്ഞ പോലെ ഫോളോവേഴ്സ് ആരുടെ കൂടുതൽ ഫോളോവേഴ്സ് ആൻഡ് ഫെയിം ഫെയിം ഉണ്ടോ, അതാണ് ഫ്രണ്ട്ഷിപ്പ് ഇരിക്കുന്ന പോവും. അതാണ് അങ്ങനെയാണ് കുറെ ആൾക്കാർ. വർക്ക് റിലേറ്റഡ് ഞാൻ ഇത് കുറെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും എത്ര ഫോളോവേഴ്സ് ഉണ്ടാ? അത് ജാനു പറഞ്ഞതായ വേറെ ഡിഫറെന്റ് തിങ്. ഞാൻ ഉദ്ദേശിച്ചത് അതാണ് പേഴ്സണലി. അത് മനസ്സിലായി. ഞാനൊരു കൊത്തലായിരുന്നു ഉദ്ദേശിച്ചത്. ഞാൻ അല്ല കൂടുതൽ പറയാനില്ല. കുറെ പറയാനുണ്ട്. പക്ഷെ എനിക്ക് അവരുടെ നെയിം എടുത്ത് പറയാൻ അവർക്ക് അങ്ങനെ ഒരു ഫെയിം കിട്ടണ്ട എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. അല്ലാതെ വേറെ അതെ അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പം പ്രൊമോഷൻസിന് നമ്മളെ ആവശ്യമുണ്ട്, എന്നാൽ വർക്കിന് നമ്മളെ ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ അതെനിക്ക് മനസ്സിലായി. കറക്റ്റ് തന്നെ. നമുക്ക് അഭിഷേക് പറഞ്ഞ രണ്ട് രീതിയിലേക്ക് ഞാൻ ഇപ്പൊ അഭിഷേക് ഒരു സൈഡിൽ പറഞ്ഞു, ഞാൻ ഒരു സൈഡിൽ പറഞ്ഞു. പക്ഷെ ഇറ്റ്സ് ട്രൂ. Like when they will see our name and fame. ഇപ്പൊ നമ്മളുടെ കോമ്പോ നല്ല പോലെ പോകുന്നുണ്ട്, നമ്മുടെ കൂട്ടുപിടിക്കാൻ വരും. അതാ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും സെയിം ഉണ്ടാവില്ലല്ലോ. സോ അപ്പൊ തന്നെ വേറെ ഒരു ആൾക്കാർക്ക് ഫ്രണ്ട്ഷിപ്പ് വരും. അങ്ങനെയാണ് ഇപ്പൊ ജെനുവിൻലി ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി അതിനകത്ത് റിയൽ ആണെന്ന് വിചാരിച്ചിട്ട് കുറെ പേർക്ക് അങ്ങോട്ട് ഒരു ഇനീഷ്യേറ്റീവ് ഫ്രണ്ട്ഷിപ്പിന് എടുത്ത ഒരാളാണ് ഞാൻ. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായത് അതിൽ അല്ല. ഓക്കെ, ഇനി ഒരു പെട്ടെന്ന് ഉത്തരം പറയണം. ഒരു 4-5 ദിവസം ചെറുപഴ തീരും. ഓക്കെ, രണ്ടുപേരും ഉത്തരം പറയണം. ബിഗ് ബോസിലെ യുവർ ഫേവറേറ്റ് പേഴ്സൺ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്, പെട്ടെന്ന് പറയണം. റാപ്പിഡ് ഫയർ പോലെയോ? യമന ചേച്ചി. ഓക്കെ, യുവർ ഫേവറേറ്റ് പേഴ്സൺ. അപ്സര ചേച്ചി. ബിഗ് ബോസിലെ ഏറ്റവും ഫേക്ക് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ആൾ. പേരെ പറഞ്ഞ എനിക്ക് ഓൾറെഡി എന്താ ചെയ്ത് കൊല്ലി കഴിഞ്ഞ്. ഒബ്വിയസ്ലി അർജുൻ. അയ്യോ, ഫേക്ക് ആയിട്ടുള്ള ആളോ? എനിക്ക് പെട്ടെന്ന് അങ്ങനെ വരുന്നില്ലല്ലോ. അല്ല, ഞാൻ ആലോചിക്കെ ഒരാളെ വെച്ചു, ഇനി ഒരാൾക്ക് എങ്ങോട്ട് കൊടുക്കണ്ടേ, അയാൾ തന്നെ നമ്മളിങ്ങനെ ഇട്ടെടുക്കാൻ. അന്ന് ഫേക്ക് അല്ലേ? നോറയ്ക്ക് തന്നെ നമുക്ക് കൊടുക്കാം. ഏറ്റവും നല്ല ക്യാരക്ടർ പേഴ്സണലി നിങ്ങൾ അങ്ങനെ പറയുന്നത് അല്ലാതെ ഒരു അടിപൊളി ക്യാരക്ടറാണ്, വ്യക്തിത്വം ഇഷ്ടപ്പെട്ട ഒരാൾ ബിഗ് ബോസിലെ? ബിഗ് ബോസ് ഇൻസൈഡ് ദ ബോസ്. സുരേഷ് ചേട്ടൻ. ആക്ച്വലി എന്റെ മനസ്സിൽ സുരേഷ് ചേട്ടനാണ് വന്നത്. Because he is working in the Bollywood also, then after that also he is like സൂര്യ ചേട്ടനെ കുറിച്ചും ഞാൻ ഇപ്പോൾ അറിയുമ്പോൾ ഞാൻ ഞെട്ടുന്ന. പണ്ടത്തെ നമ്മുടെ ഷാരൂഖ്, അമീർ, സൽമാൻ എല്ലാം പുതിയ മൂവി ഇപ്പൊ കാർത്തികാരന്റെ ഭൂൽഭുലയ്യ സുരേഷ് ചേട്ടനുണ്ട്. പണ്ടത്തെ സിനിമയിൽ ഈ ഫ്രണ്ട് ആയിട്ടുള്ള ത്രൂ ഔട്ട് ക്യാരക്ടറിലൊക്കെ സുരേഷ് ചേട്ടനാണ്. ഇപ്പൊ മാധുരിയുടെ ഫിലിം ഏതായിരുന്നു? कोई लड़की है പറ്റുള്ളത് ദിൽ തോ പാഗൽ ഹേല് ത്രൂ ഔട്ട് മാധുരിയുടെയും ഷാരൂഖിന്റെ ഒപ്പം ആളുണ്ട്. എനിക്ക് ഇപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ അറിയായിരുന്നു. That's why I'm saying very good character, very good human being, still very down to still very down to earth. He's successful. He has name in all over India. Many big star of the India, they knows him and respect him, and after that also he is down to earth. That's why I said no, he is a business class person. നമ്മളെല്ലാം മറക്കും, പക്ഷേ the way that person was എന്നുള്ളത് നമ്മളോട് എങ്ങനെയായിരുന്നു, ബാക്കിയുള്ളവരോട് എങ്ങനെയാണ് ക്യാരക്ടർ നമ്മൾ മറക്കില്ല. ആൻഡ് ബീങ് ഡൗൺ ടു എർത്ത് റിയലി മാറ്റേഴ്സ്. അങ്ങനെയുള്ള ആൾക്കാരെ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തന്നെ 2 ഇനോഗ്രേഷൻ കിട്ടി കഴിഞ്ഞിട്ട് തന്നെ എന്താ സൂപ്പർ സ്റ്റാർ ആയിരുന്നു വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. എത്ര ദിവസം ഉണ്ട്? ഒബ്വിയസ്ലി അങ്ങനെയല്ല വിചാരിക്കുന്നത്. बहुत ऐसा लोग बोल रहा है बट उतना कुछ है ही नहीं उस पर.
എനിക്കത് മനസ്സിലായി. പക്ഷെ പേരെ പറയുന്നത് എനിക്ക് ഇപ്പൊ പേര് പറഞ്ഞ പ്രശ്നം. കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രശ്നം വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ ഓൾറെഡി വേണ്ടി പറഞ്ഞു. ഓക്കെ, ഓവർ ഹൈപ്ഡോ? ജാസ്മിൻ ഗബ്രി ടു മച്ച്. അതിൽ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ മാത്രം ഒന്നുമില്ല എന്നല്ല, കണ്ടന്റ് ഉണ്ട്. സ്റ്റിൽ നന്നായി കുറച്ചുകൂടി ഗെയിം കളിക്കാമായിരുന്നു, ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ ചെയ്തില്ല എന്ന് തോന്നിയ സെൽഫ് പറയാൻ പറ്റുമോ? നന്നായിട്ട് ഗെയിം കളിച്ച പക്ഷെ കളിച്ചിട്ടില്ല. ഐ മീൻ നന്നായിട്ട് ഗെയിം കളിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ കളിച്ചിട്ടില്ല. നന്നായിട്ട് കളിച്ചത് ഇയാളത് കൊണ്ടുപോയത് പൊട്ടൻഷ്യൽ ഉള്ളൊരു അങ്ങനെ അത്ര എക്സ്പേർട്ട് ആരും ഉണ്ടായിട്ടില്ല. പൊട്ടൻഷ്യൽ അർജുൻ കുറച്ചും കൂടി നല്ല കുറച്ചുകൂടി ഗെയിമിലോട്ട് കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടില്ല. ഒന്നും ഗെയിമേ കളിച്ചിട്ടില്ല. 100 ദിവസം നിന്നു, നല്ല ഇതും കിട്ടുന്നുണ്ട്, പക്ഷെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഇൻ ദ ഗെയിം. അർജുന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജാൻമണിയെ അനുകരിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സ്കിറ്റ് പോലെ ചെയ്തു. അത് ഭയങ്കര ആൾക്കാർ ഏറ്റെടുത്തൊരു വൈറൽ സംഭവമായിരുന്നു. അത് കണ്ടപ്പോൾ എന്താ തോന്നി? ഓടി ആക്ച്വലി ഫസ്റ്റ് തിങ് ഇൻസൈഡ് ഐ ഡിഡ്ന്റ് ഫീൽ ബാഡ്. ഇറ്റ്സ് എന്റർടൈൻമെന്റ്, നോ. പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വന്നത്, കാരണം ഞാൻ അങ്ങനെ തുണി പോങ്ങി ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് വിളിക്കുന്ന ഒരു രീതിയുണ്ട്, ആ രീതിയിലേക്ക് ഞാൻ വിളിക്കുന്നു. പക്ഷെ മിമിക്രി ചെയ്യൂ, ഉള്ളിലേക്ക് ഒരു സ്കിറ്റ് ചെയ്ത് ആ ടാസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചല്ലേ, ദാറ്റ് ഈസ് ഫൈൻ. ഐ എൻജോയ്ഡ് ഇറ്റ്. ആ വീഡിയോയിൽ ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഒന്നും ഫീലിംഗ് ഇല്ല. അത് എനിക്ക് ട്രോൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ചിരിക്കും. പക്ഷെ അത് വീണ്ടും വീണ്ടും ചെയ്ത് നമുക്ക് ദേഷ്യം വരും. ഞാൻ ഒന്നും പറയില്ല, പക്ഷെ ഐ ലവ് ഇറ്റ്. വാട്ട് എവർ ഹി ഡൺ ഇറ്റ്, ഹി ഡൺ ബെസ്റ്റ് മിമിക്രി. അർജുൻ ഹാസ് ഡൺ ബെസ്റ്റ് മിമിക്രി ഓൺ മീ ആൻഡ് നോറ, അല്ലേ? That's why he is very. Okay, so next question is, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മീഡിയമാണ് സിനിമ. You all love it. അപ്പോൾ അതിൽ ആക്ട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ, ആഗ്രഹമുണ്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അപ്കമിങ് പ്രോജക്ട്സ് ഉണ്ടോ? ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു. ഞാൻ ചെയ്ത് ശ്രീനാഥ് ബസ്സിലെ കൂടെ, അത് ചിലപ്പോൾ ഫെബ്രുവരി മാർച്ചിൽ റിലീസാവും. സോ ദാറ്റ് വിൽ ബിഫോർ ഗോയിങ് ബിഗ് ബോസ്. അത് നല്ല ക്യാരക്ടർ വിത്ത് ശ്രീനാഥ് ഓൺലി. സോ he's obviously he's like one of the big actor now. And നമ്മൾ രണ്ട് പേരൊക്കെ ഒരു തമിഴ് സംസാരിച്ചിട്ട് ഇരിക്കുന്നത്. സോ ഓക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ഓക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് പോകും. എൻ്റെ പേരൊക്കെ ഇപ്പോൾ അഭിഷേക് എന്താ പറയുന്നത്, എൻ്റെ കൂടെ ചെയ്യില്ല, എനിക്ക് ആളില്ല. അത് ഞാൻ ഇപ്പം ഒന്നും നമ്മൾ പറഞ്ഞാൽ ഒന്നും നടക്കൂല. സോ അയ്യോ, എനിക്കുണ്ട്, എനിക്ക് കിട്ടിന് പണി കിട്ടി ഈ കൊല്ലായി. So നജർ മാത്രമല്ല, because it's a starting only. They are talking with us. So that's why I'm saying, no, we love it, and they are talking. Say if any another project also come, obviously we'll say yes. So നസർ ഇസ് റിയൽ എന്ന് പറയുന്നത് എനിക്ക് പണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പണി കിട്ടലല്ല, ലൈക്ക് ഞാൻ ബിഗ് ബോസിൽ പോണ കാര്യം ഞാൻ ഒറ്റ മനുഷ്യനോട് പറഞ്ഞിട്ടില്ല, എന്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് അതെനിക്ക് വീട്ടില് അത്രയും കൺഫേം ആയി. എന്നെ ബാഗ് ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോലും പറഞ്ഞു. ബിക്കോസ് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിൽ ഇവൻ അവിടെ പോകുന്നത് നടക്കരുത്, അങ്ങനെ ഒരു ചിന്തയുള്ള ആൾക്കാർ ഒബ്വിയസ്ലി ഉണ്ടാവും, ആൾക്കാർ തന്നെ ഉണ്ടാവും. അറിയാണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് വരണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ അമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സിൽ നിൽക്കില്ല, അമ്മ എല്ലാവരും വിളിച്ച് പറയും. അതുകൊണ്ട് ഞാൻ മാക്സിമം അമ്മയുടെ അടുത്തും പറയാതിരുന്നത്. അതുകൊണ്ട് നടന്നു. അതുകൊണ്ട് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും നടന്ന് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്ന കാര്യം ഒരു 1 വീക്കിന്റെ ബിഫോർ 1 വീക്ക് ഓൺലി വൺ ഡേ ഷൂട്ട് മൈ പ്രൊഫൈൽ ആൻഡ് ഓൾ. അത് കഴിഞ്ഞിട്ട് ആടെ ലീക്ക് ചെയ്ത് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് അന്ന് ഈ യൂട്യൂബിൽ വന്ന് തുടങ്ങി. പക്ഷെ ഞാൻ പോണ ദിവസം മുതൽ എനിക്ക് ആശാ ചേച്ചി ചോദിച്ചു, എത്ര ക്ലോസ് ആശാ ചേച്ചി പോലും അറിയത്തില്ല. ചേച്ചി പോയി കണ്ടിട്ട് ടി വിയിൽ കണ്ടിട്ട് ജാനു ഇങ്ങനെ പോയി. സോ ഞാൻ ആക്ച്വലി വൈൽഡ് എൻട്രി ആയിരുന്നില്ല, ഡേ 1 എന്നെ സെലക്ട് ചെയ്തതായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ കുറച്ച് കോളേജ് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്നെ റിജക്ട് ചെയ്തതാ. ഞാൻ ഫസ്റ്റ് കയറിയില്ലല്ലോ. എന്നിട്ട് ഞാൻ ബിഗ് ബോസ് ഞാൻ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നതാ. എന്നിട്ട് ലാസ്റ്റ് ഒരു 2-3 ഡേയ്സ് മുന്നേ വിളിച്ചിട്ടാണ് ബിഗ് ബോസ് ഈ സീസണിൽ ഇല്ലാന്ന് എൻ്റെ അടുത്ത് പറയുന്നത്. അയ്യോ, ഞാൻ ഭയങ്കര തകർന്നു പോയി. കാരണം എൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഞാൻ ഇത് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും
എന്താ ഇത്രയും എക്സ്പെക്ട് ചെയ്ത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ പുനെയിലായിരുന്നു ആ ടൈമിൽ. ഞാൻ നേരെ മുംബൈയിലോട്ട് വിട്ട് അവിടെ ഇങ്ങനെ കടൽ തീരത്തൊക്കെ നോക്കി പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. കാരണം ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 15 days കഴിഞ്ഞിട്ടാണ് ഇത് വന്നപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ട് ബോംബെ പോയി. മീൻസ് പുനെയിലാണ്. പുനെന്ന് 2 hours ഉള്ളൂ ബോംബെയിൽ. അപ്പം മുംബൈ പോയി മെറൈൻ ഡ്രൈവിലൊക്കെ ഇങ്ങനെ കുറെ നേരം ഒറ്റയ്ക്ക് പോയി ഇരുന്ന് ഭയങ്കര ഇനി എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ഞാൻ അവർ ചോദിക്കില്ലേ ഷോ തുടങ്ങുമ്പോൾ ഞാൻ അതിനകത്ത് ഇല്ലല്ലോ. അത് ഭയങ്കര ഒരു സ്റ്റേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ ഒരു 15 days കഴിഞ്ഞപ്പോൾ അവര് വീണ്ടും വിളിച്ചപ്പോഴും ഞാൻ ആ എക്സ്പെക്ടേഷൻ പിന്നെയും വെച്ചില്ല. മേ ബി അവര് പിന്നെയും വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞു ഇനിയും വിളിച്ചില്ല. ലാസ്റ്റ് നമ്മള് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല സെറ്റപ്പ് പറഞ്ഞ ഇപ്പോൾ എല്ലാവരും തിങ്കിങ് ഇങ്ങനെ കയറാൻ പറ്റും. അങ്ങനെയല്ല, ഒരു ദിവസം മുന്നേ ക്യാൻസൽ ആക്കും. സത്യം. എന്നോട് ജാനുവരിയിൽ സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് മാർച്ചിലാണ് ഷോ തുടങ്ങുന്നത്. മാർച്ച് ആ 3 days മുന്നെയാണ്. അപ്പൊ ജാനുവരി തൊട്ട് മാർച്ച് വരെ നമ്മൾ മാത്രം മനസ്സിൽ ബിഗ് ബോസിൽ പോവാണ്, ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് വെച്ചിരുന്നിട്ടാണ് ലാസ്റ്റ് മിനിറ്റിൽ യു ആർ നോട്ട് ദെയർ എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ ലൈക്ക് ഒരു 10 മൂവി ചെയ്യുന്ന പബ്ലിസിറ്റിയാണ് ഒറ്റ അടിയിൽ കിട്ടുന്നത്. സോ വൺ ഡെയിലി റീതിങ്ക് എനിക്ക് വിശ്വാസം തരില്ല ഞാൻ പോവും. കാരണം എനിക്കറിയാം ഞാൻ 5 ദിവസം മാത്രമേ ഇരുത്തുള്ളൂ എൻ്റെ സ്വഭാവം. എങ്ങനെ ഉണ്ടെങ്കിലും ഒരു 48 days ആയി. ബട്ട് ജാനു ഓൾറെഡി ആ സെലിബ്രിറ്റി ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ജാനുവിന് എൻ്റെ ലീക്കായി 1 week ബിഫോർ. എൻ്റെ പ്രൊഫൈൽ ഷൂട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ആടാ പറയുന്നത് then I understood because Avinash Shashank said from Asianet only everyone find out Germany is there this year. ഇത് ചോദിച്ചുകൊണ്ട് എന്നോട് ജസ്റ്റ് ഒരു ആഡ് ഓൺ, ഈ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ? എന്നോട് ചോദിക്കരുത്. ഞാന് എനിക്ക് ഈ സാധനത്തിൽ ഭയങ്കര വിശ്വാസമാണ്. ലൈക്ക് നമ്മൾ തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങള് അതേപോലെ വിശ്വാസം മാത്രല്ല, ഇറ്റ്സ് ട്രൂത്ത്. ഇറ്റ്സ് റിയലി ട്രൂ. എക്സ്പീരിയൻസ്. ഞാൻ ദൈവത്തിൽ പോലും വിശ്വസിക്കാത്ത ഒരാളായിരുന്നു, അമ്പലത്തിൽ പോലും പോകാത്ത ഒരാളായിരുന്നു. പക്ഷേ ബിഗ് ബോസ് ഷോന് വരുന്നതിന് മുന്നേ ബേലീഫ് മാനിഫെസ്റ്റേഷൻ അറിയോ? ബേലീഫ് അറിയില്ലേ? ആ ലീഫില് വി റൈറ്റ് നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ട് ബേലീഫിൽ എഴുതിയിട്ട് at 11:11 എന്നുള്ള ടൈമില് വി ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആൻഡ് ബേൺ ഇറ്റ്. എന്നിട്ട് ആ ആഷ് നമ്മൾ പ്രകൃതിയിലേക്ക് ലൈക്ക് യൂണിവേഴ്സിലേക്ക് ബ്ലോ ചെയ്യും. അപ്പൊ അത് നടക്കുന്നതാണ് വിശ്വാസം. ആൻഡ് എനിക്കിങ്ങനെ ഒരു വിശ്വാസമില്ലാത്ത ആൾ ഐ സ്റ്റാർട്ടഡ് ബിലീവിങ് ഇറ്റ്. അത് ഞാൻ ബിഗ് ബോസിൽ ഈ ഔട്ടായി എടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഐ റോട്ട് ദിസ് അറ്റ് 11:11 ആൻഡ് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് ദ കോൾ, യു ആർ ഗോയിങ് ടു ബിഗ് ബോസ്. അപ്പം എനിക്ക് വിശ്വാസം തുടങ്ങി. ഇപ്പം ഞാനിതിങ്ങനെ ചരടൊക്കെ കെട്ടാൻ വരെ ഞാൻ തുടങ്ങി. അമ്പലത്തിൽ പോകാത്ത ഞാൻ. അപ്പൊ പല കാര്യങ്ങളുമാണ് നമ്മുടെ ബിഗ് ബോസിനകത്ത് നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കോംബോ അല്ലെങ്കിൽ ഒരു ക്ലോസ്നെസ് ഒന്നും കാണാൻ പറ്റില്ല. പിന്നീട് അതിന് ശേഷം ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കോംബോ ഭയങ്കര ഹിറ്റാണ്, നിങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ് എന്ന രീതിക്കൊക്കെ ആവുന്നത്. സോ ഹൗ വാസ് ഇറ്റ്? ആൾക്കാർ ഇപ്പൊ പബ്ലിക് കുറെ കമന്റ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞില്ല, എത്ര സുന്ദരൻ പയ്യനാണ് ഇങ്ങനെ വീട്ടിൽ. ഇതാണ് വരാനിരുന്നേ. ഞാൻ വേറെ എന്തോ പറയാൻ പോകുന്ന വെച്ചാൽ ഞാൻ പേടിച്ചിരിക്കും. എത്ര സുന്ദരൻ പയ്യൻ ഞാൻ വിടാൻ പറ്റില്ല, തന്നെ പിടിച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ കൊമ്പോ ഉണ്ടാക്കുന്നത്. കാരണം അങ്ങനെ എനിക്ക് കുറേ ഇത്. പക്ഷേ അങ്ങനെയല്ല. ഐ തിങ്ക് we are from same community, not only same community, we have a same even if we are from the mentality same community. നമ്മൾ ഒരിക്കലും കമ്മ്യൂണിറ്റിനെ കുറിച്ചുള്ള ഒരു ടോക്കോ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഇല്ല. പക്ഷെ നമ്മളുടെ ഇമോഷൻസ് നെവർ മെൻഷൻ ജാനു ആസ് എ ട്രാൻസ്ജെൻഡർ. ലൈക്ക് ഷീസ് എ ലേഡി, അങ്ങനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഈ വർഷം ബിഗ് ബോസിലെ സെക്ഷൻ പറഞ്ഞില്ല, എനിക്ക് എത്രയും സക്സസ് നല്ല കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഒരു കാര്യം ഞാൻ പറയും, ഈ വർഷം ബിഗ് ബോസിൽ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടോ അങ്ങനെ രീതിയിലേക്ക് ആരോ സംസാരിച്ചിട്ടില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. തന്നെയാണ്. പ്ലസ് ദാറ്റ് whoever 25 people are there, everyone loved me, everyone given me respect. Never we fight it, we have a അഭിപ്രായം വ്യത്യാസങ്ങളും നമുക്ക് ഉണ്ടാവും. പക്ഷേ എന്നെ ഒരിക്കലും ഒരു മിസ്ബിഹേവ് ഇങ്ങനെ പ്ലാൻ ട്രാൻസ്ജെൻഡേഴ്സ്
കണ്ടിട്ടില്ല. ആ ഒരു discrimination ഈ വർഷം ഉണ്ടായിട്ടില്ല. ഈവൻ അഭിഷേക് ഓൾസോ നോ ലൈക്ക് I have faced lot of discrimination inside അത് പേഴ്സണലി മുഴുവൻ നമുക്ക് പഠനം ഉണ്ടെങ്കിൽ അത് because there is you know that is like open secret like openly people have seen because of the Big Boss said to not to talk about these things. അത് നമുക്ക് അഭിഷേക് ശരിക്കും വന്ന് കഴിഞ്ഞിട്ട് ആണ് നമ്മളുടെ ഈ separations തുടങ്ങി. പക്ഷെ അതായത് ബിഗ് ബോസ് ഹാസ് ദ ക്ലോസ്ഡ് ഇറ്റ് ആൻഡ് പ്ലസ് ജാസ്മിൻ ഹാസ് ഗിവൻ എ നൈസ് ആൻസർ. വി ഡോണ്ട് നമുക്ക് ഈ ഒരു മാസം വന്നിട്ട് നമുക്ക് അങ്ങനെ ജെൻഡർ വേണ്ടി അത് ഞാൻ ഞെട്ടിയൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ. ജാസ്മിൻ ഞാൻ വിചാരിച്ചത് അധികം എന്താ പറയാ നോളജ് ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാന്ന് വിചാരിച്ചത്. പക്ഷെ ആ അഭിഷേക് ശ്രീകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് അഗെയിൻസ്റ്റ് ജാസ്മിൻ ഒരു സ്പീച്ച് പറഞ്ഞിരുന്നു. നീ ഇവിടെ വരുന്നത് വരെ ഇവിടെ ജാനുവിനെ നമ്മുടെ ഒരാളായിട്ടാ കണ്ടത്, അല്ലാണ്ട് ഇങ്ങനെ ഒരു ജെൻഡറോ അങ്ങനെ പോലെ സാധനം എവിടെ നടക്കില്ല. അത് ഞാൻ റിയലി so that things no like personally we all have negative positive side. നമ്മൾ എല്ലാ മനുഷ്യന്മാർക്കും that's why we are human being. No, we have a negative and positive. If we are only positive then we'll be God. If we have a negative then we'll be like a devil. We have both sides, but after that also every season till season 5 you people know no, like transgender community one person is there, but this time there's no discrimination about it. That is the success of Big Boss BB season 6. So because then everyone has that but like what call the humanity, they'll never show that and they don't treat even Abhishek me so close alle namale നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ജെനുവിനിറ്റി നിങ്ങളെ ക്ലോസ് ആക്കി അല്ലെങ്കിൽ കുറെ ക്യാരക്ടറിലുള്ള റിസംബ്ലൻസും ക്ലോസ് ആക്കി. ഉള്ളില് വന്നപ്പോ ഞാൻ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ജാനുവിനെ ഒപ്പോസ് ചെയ്തേ പറ്റൂ. കാരണം പുറത്തുനിന്ന് കാണുമ്പം ഈ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അത് വെച്ച് കരഞ്ഞതല്ല, അപ്പാ നാട്ടിയതാ അല്ലേ. പക്ഷെ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള ജാനു ആരാണ്. വെരി ഫൺ. ജാനുവിന്റെ ഒരു 1 hour സ്പെൻഡ് ചെയ്ത ചിരിച്ച് എന്റെ കൂടെ സെറ്റപ്പെട്ട അറിയില്ലാത്ത ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര അഹങ്കാരി. പക്ഷെ എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്റെ നമുക്ക് കാലിക്കറ്റ് ഒരു പ്രോഗ്രാം ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ജാനുമായിട്ട് ഞാൻ കൂടുതൽ ക്ലോസ് ആയത്. ആ ട്രാവലിന്റെ ഫുൾ ചിരിച്ച് മുഖമൊക്കെ ആ 2 അനുവും കവിയും ഒക്കെ ഉണ്ടായിരുന്ന അത് അന്നാണ് ഐ തിങ്ക് കുറച്ചുകൂടി കണക്റ്റഡ് ആയ. ചിരിച്ച് വയ്യാണ്ടാവും ജാനുവിന്റെ അടുത്ത്. പിന്നെ ചുക്ക് കാപ്പി ജാനുവിന് വേണം. അപ്പൊ സൈഡിൽ ചുക്കാ കാപ്പി എന്ന് പറഞ്ഞിട്ട് അല്ലറ ഒരു റീലുണ്ട്. അത് ഭയങ്കര എനിക്ക് സെറ്റപ്പല്ല. എന്റെ ബേസിക് ആയിട്ടാണ് ഞാൻ ഭയങ്കര കോമഡി, ഭയങ്കര ഫണ്ണാണ് ജാനു. എനിക്ക് എൻ്റെ ഇഷ്ടമില്ലാത്ത കാര്യം പോലും ചെയ്യില്ല, എനിക്ക് ദേഷ്യം വരും. ആ ടൈമിൽ ഞാനൊരു പമ്പ് കിങ് കോബ്രാസ് ഫീമെയിൽ വേർഷൻ ഇസ് ദെയർ. ദിസ് ഈസ് ദ മോസ്റ്റ് പോയിസണിയസ് സ്നാക്ക് ഇൻ ദ വേൾഡ്. സോ ദാറ്റ് ഈസ് മീ. My mother used to say because when I'll tell someone there's my friend also I will say top to bottom they heard they savi pottichi blood varna enikku ariyilla ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ എൻ്റെ സ്നേഹം എപ്പോഴും ഉണ്ടാവും. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ മക്കളെ പറയുന്നത്. അതെ ജാനുവിന്റെ ഫേമസ് ഡയലോഗ് കൊടുങ്ങല്ലൂർ അമ്മേ. സത്യം. പക്ഷേ ഞാൻ അതാണ് ശരിക്കും പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ രട്ടിച്ചറിനെ പേടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞ ആൾ നിരുത്തില്ല. പിന്നെ ആൾക്ക് മനസ്സിലായി ആൾ ഭയങ്കര ദൈവം പേടിയുണ്ടോ. ഞാനൊരു ദിവസം അപ്പോഴും അമ്മയെ നാരായണി ഭഗവതി എൻ്റെ കൊണ്ടും അമ്മ യോള് അങ്ങനെ പറഞ്ഞ കോടി എന്തായിരിക്കുന്നത് യൗവന ശിച്ചിട്ടാണ് പറയണ്ടേ സീരൊക്കെ ശിച്ചി പറഞ്ഞ കണ്ടോ ഈ സെക്കൻഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അവൻ സ്ഥാപിച്ചിട്ടില്ല. എൻ്റെ കൊടുങ്കുലാമ ഞാൻ വിളിച്ച് ആള് പിടിച്ചു പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ ആൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ. അങ്ങനെ അതെ ദാറ്റ് ഈസ് ബിക്കോസ് ഐ എം very heartily close to Kodungrama. I love her. നമ്മുടെ അഭിഷേക് ജാൻമണി അടിപൊളിയായിട്ട് അനുകരിക്കും. റീലിട്ട് ഞാൻ കണ്ടു. അത് അനുകരല്ല, അത് ആക്ച്വലി അനുകരിക്കായിരുന്നു ബിഗ് ബോസിനകത്ത്. പക്ഷെ അവിടെ ചാൻസ് കിട്ടിയില്ല ചെയ്യാൻ. പക്ഷെ എല്ലാരും ഇപ്പൊ അനുകരിച്ച് കോമൺ ആയില്ലേ. അതിന് ചെയ്യണോ? നിങ്ങളൊക്കെ കാണാത്ത എന്തെങ്കിലും ബിഗ് ബോസിൽ കാണാത്ത ജാനുവിന്റെ റിയൽ ആയിട്ടുള്ള റിയൽ ആയിട്ടാണെങ്കിൽ ജാനു എപ്പോഴും പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും അലച്ചു നിൽക്കാം കൊടുങ്ങല്ലൂർ നശിച്ച പോലെ ബാലവീരാജാനാണ് മെയിൻലി. പിന്നെന്താ പെട്ടെന്ന് ചോദിക്കുമ്പോ കിട്ടില്ല. പിന്നെ അവരുടെ ചുക്ക കാപ്പി അത് കണ്ടല്ലോ.
ജാൻമണിയുടെ കുറെ കട്ട്ലിപ്സ് ബിഗ് ബോസ് കണ്ടായിരുന്നത് കുട്ടികൾ ഇങ്ങനെ ഡബ് സ്മാഷ് പോലെയൊക്കെ ചെയ്ത് ഇൻസ്റ്റയിൽ റീലാക്കി ഇടുന്ന കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ കാണുമ്പോൾ എന്താ ചിരി വരും. ചിരി വരില്ലേ? ഞാൻ WWE ഫൈറ്റിംഗ് ചെയ്തിട്ട് ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെ ആക്കി എനിക്ക് അത്ര ദേഷ്യം വന്നേ. പുറത്തൊക്കെ വന്ന കഴിഞ്ഞിട്ട് വാഷിംഗ് പൗഡർ വാഷിംഗ് പൗഡർ പിന്നെ എനിക്ക് പിന്നെ നാണക്കിട്ട് ഐ ഡോണ്ട് ലൈക്ക് മൈ വോയിസ്. എന്റെ വോയിസ് കേട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ പറയട്ടെ. പിന്നെ നമുക്ക് നമ്മളുടെ വോയിസ് അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. എനിക്ക് എന്റെ വോയിസ് ഇഷ്ടം. I don't like it. It's like very something. എനിക്ക് കേട്ടില്ല ചിരി വരും. ജാനുവിന്റെ സ്പെഷ്യാലിറ്റി ആ വോയിസ് ആണ്. ഞാൻ ചാടിക്കാൻ പറ്റിയ മോഡലല്ലേ. അതല്ല ആ ഒരു യുണീക്ക് സംസാരം. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രഷ്യസ് ടൈം. എനിക്ക് ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് രണ്ട് ഫ്രണ്ട്സിനെ പോലെ കുറെ ചിറ്റാറ്റും ഫണ്ണും ഒക്കെ ആയിട്ട് പോയി ഒരു ഇന്റർവ്യൂ ആയിട്ട് തോന്നില്ല. കുറെ സമയമായിട്ട് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച്. പക്ഷേ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ജാൻമണി അടിപൊളിയായിട്ട് പാടും ഒരു പാട്ട് പാടും നമ്മുടെ പ്രേക്ഷകർക്ക്. നമുക്ക് ഇതെന്ത് ലാസ്റ്റ് പന്നിക്കുറിക്ക് എന്താ പാട്ട് പതിക്കാം? ഏതെങ്കിലും മലയാളം തന്നെ വേണോ? മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? എവിടെയും പാടാത്ത ഏതെങ്കിലും ഉണ്ടോ? मुझे भी पता नहीं मैं क्या क्या गाती रहती हूँ. Okay. ബാധിക്കാൻ പാട്ടിട്ടുള്ളൂ. സോ എന്താ പഠിക്കാം? മലയാളത്തിൽ പഠിക്കാം അല്ലേ? പക്ഷെ people used to laugh. That's why I'm here. Cool. Okay. ഞാൻ തമിഴില് രണ്ട് ലൈൻ. തമിഴ് ഒരു സ്ഥലം തുങ്കിരിച്ച് ഓനെ കാത്തു അത് ചിരിച്ച് പാവിമണം തുങ്കലേ അതിന് വീണു പുരിയലേ. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുണ്ടോ? സോ എല്ലാവരും എനിക്ക് പറയാൻ ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ വേണ്ടി കൂടുതൽ സാഹചര്യം ചിലത് കേട്ട് എനിക്ക് സെറ്റം എനിക്ക് മനസ്സിലായി. സോ എനിക്ക് ഒരു പ്രശ്നമില്ലാത്ത എനിക്ക് വിളിക്കും, ഞാൻ സംസാരിക്കാം ഒബ്വിയസ്ലി. പിന്നെ എന്റെ സ്കൂളുണ്ടോ, എന്റെ പുതിയ ഒരു പ്രോജക്റ്റ് ആണ് വിചാരിക്കുന്നത്. മതി എന്റെ സ്കൂളിലെ എല്ലാം മേക്കപ്പ് ഹെയർ ട്രെയിനിങ് ആണ്. പ്ലസ് ഇപ്പൊ നമ്മള് അഭിഷേകത്തെ കൂടി നമ്മളെ ജോയിൻ ആക്കിയിട്ട് കുറച്ചു വേറെ വേറെ തിങ്സ് നമ്മൾ കൊടുക്കാൻ പോവാ. സാറിനെ പറ്റി എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാം ഓഡിയൻസൊക്കെ എനിക്ക് ഒരു കാര്യം പറയത്തില്ല, ഞാൻ സത്യം പറഞ്ഞില്ല ഒരു മലയാളി അല്ല, പക്ഷെ നിങ്ങളുടെ സ്നേഹത്തിൽ ഒരു മലയാളി പോലെ ഞാൻ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. സോ എനിക്ക് എപ്പോഴും എന്റെ തെറ്റുണ്ടെങ്കിൽ ചെയ്ത്ത ഉണ്ടെങ്കിൽ എനിക്ക് സ്വന്തം മക്കളുടെ പോലെ സ്നേഹിക്കണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. तुमको स्नेह बोल ഞാൻ എന്താ പറയാ, എനിക്ക് പറയാനുള്ളത് ബേസിക്കലി ഈ നെഗറ്റിവിറ്റി മാക്സിമം എല്ലാരും കുറയ്ക്കുക. ബിക്കോസ് എല്ലാരും കുറച്ചു നാളെ ജീവിക്കുന്നുള്ളൂ. അതിനകത്ത് ഇങ്ങനെ കൊച്ചുകുട്ടികളൊക്കെ വന്ന് ഭയങ്കര മോശമായിട്ട് ഇടുമ്പം ഐ ഫീൽ ബാഡ് ഫോർ ദ പാരന്റ്സ്. ലൈക്ക് അവരുടെ പാരന്റ്സ് അത് കാണുമ്പോഴായാലും ഈവൻ എന്റെ പാരന്റ്സ് കാണുമ്പോഴായാലും അവർക്കും വിഷമം ഉണ്ടായിരിക്കില്ല. അപ്പൊ മാക്സിമം ഹാപ്പി ആയിട്ട് ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ എന്തിനെത്ര ടെൻഷൻ എടുക്കണം, അവരെന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് എന്താണെന്നുള്ള പോലെ ഒരു അടിച്ചുപൊളി ജീവിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ മോഡലിംഗ് കമ്പനി, അതിന്റെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ജാൻമണിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഷോസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഷോസിൽ പങ്കെടുക്കുക അല്ലെ? വരണം. അതെ, ജാൻമണിയുടെ മേക്കപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ പ്ലീസ്. നിങ്ങൾ ശരിക്കും പറഞ്ഞു. താങ്ക് യു സോ മച്ച്.